കഴിഞ്ഞ ദിവസത്തെ അപ്ലോഡ്സ് എല്ലാവരും കണ്ടായിരുന്നോ? ഇഫ് ഇൻ കേസ് കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഒറ്റ വീഡിയോ കണ്ടാൽ മതി, ബിക്കോസ് എല്ലാം കൂടി ഞാൻ പറഞ്ഞുതരാം. ആദ്യം അപ്ലോഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള സോളിഡ് കളറിൽ വന്നിട്ടുള്ള ഒരു കോട്ട് സെറ്റ് ആയിരുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ള, നല്ല കംഫർട്ടബിളി യൂസ് ചെയ്യാൻ പറ്റുന്ന റയോൺ ഫാബ്രിക്കിന് ാണ് ടോപ്പിലേക്ക് നമ്മൾ ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിന് താഴത്തേക്കായിട്ട് സ്ലിറ്റും വരുന്നുണ്ട്. അപ്പോൾ ഇഫ് ഇൻ കേസ് ബോട്ടം ഇല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സിംഗിൾ പീസ് ഡ്രസ്സായിട്ട് വെയർ ചെയ്യണമെങ്കിലും കംഫർട്ടബിളി വെയർ ചെയ്യാനായിട്ടാണ് കൊടുത്തേക്കുന്നത്. പറ്റുന്നതാണ്. നല്ല ഭംഗിയുള്ള കളേഴ്സ് ഉണ്ട്. ഫസ്റ്റ്ലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു അറ്റയറാണ് അത്. കാരണം അതിനകത്ത് ഏത് കളർ എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. നല്ല ഭംഗിയുള്ള ഒരു അറ്റയർ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊണ്ടുവന്നതും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റാണ്. ബ്യൂട്ടിഫുള്ളി എംബ്രോയിഡറി ചെയ്തിട്ടുള്ള ഒരു ട്യൂണിക് ആയിരുന്നു. ട്യൂണിക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെനിമിൻ്റെ കൂടെ ഒക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന നീ ലെങ്തി വരുന്ന കൈൻഡ് ഓഫ് ട്യൂണിക്കാണ്. അതൊരു കൈൻഡ് ഓഫ് കോട്ടൺ ലിനൻ ഫാബ്രിക്കിലാണ്. അതിലേക്ക് നമ്മൾ ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുള്ള കളേഴ്സും ഒക്കെയാണ്. അത് മൾട്ടിപ്പിൾ സ്റ്റൈലിൽ നമുക്ക് സ്റ്റൈൽ ചെയ്യാം കേട്ടോ. കാരണം കോളനൊക്കെ വന്നിരിക്കുന്നത് ഫോൾഡ് ചെയ്ത് വെക്കാം. അതേപോലെ 3/4 സ്ലീവ്സ് ആണ്. അതും എങ്ങനെ വേണേലും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്റ്റൈൽ ചെയ്യാവുന്ന ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷൻസിലുള്ള ഒരു എംബ്രോയിഡേർഡ് ആയിട്ടുള്ള ട്യൂണിക്കാണ് വന്നത്. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് ഉച്ചയ്ക്ക് വന്നതും ബ്യൂട്ടിഫുൾ ഒരു ഫ്ലെക്സ് കോട്ടണിനകത്ത് അജ്രക് ഹക്കോബ പാച്ച് ചെയ്തിട്ടുള്ള ഒരു എലൈൻ കുർത്ത സെറ്റ് അല്ലെങ്കിൽ കോട്ട് സെറ്റ്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടേക്ക് കുറച്ച് ഗ്യാദർ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇച്ചിരി ഹെവി മിഡ്രിഫ് ഉള്ളവർക്കൊക്കെ വളരെ കംഫർട്ടബിളി യൂസ് ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ഒരു ഔട്ട്ഫിറ്റാണ്. നല്ല ഭംഗിയുള്ള 6 കളർ ഷെയ്ഡ്സിലും അത് അവൈലബിൾ ആയിരുന്നു. ചെക്ക് ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള പ്യുവർ അജ്രക്കിൽ ഒരു സിമ്പിൾ ഭയങ്കര ക്ലാസ് ആയിട്ടുള്ളൊരു വർക്ക്, അതായത് അതിൻ്റെ ആ ഒരു സെറി ത്രെഡിൻ്റെ ആണ് അതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞാൽ. സെറി ത്രെഡും ഒറിജിനൽ മിറേഴ്സും കൊടുത്തിട്ടുള്ള ഒരു വർക്കുള്ള ഒരു കുർത്ത വിത്ത് ബോട്ടം ആയിരുന്നു. നല്ല ഭംഗി. പിന്നെ ഇന്നത്തെ ലാസ്റ്റ് നമ്മുടെ അപ്ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള കോട്ടൺ കലംകാരിയുടെ കോട്ട് സെറ്റാണ്. ബ്യൂട്ടിഫുൾ ആയിട്ട് ഞാൻ ആ ഒരു പെർട്ടിക്കുലർ അറ്റാറിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ കോട്ടൺ കലംകാരി മേടിച്ചിട്ടുള്ളവർക്ക് അറിയാം എങ്ങനത്തെ കൈൻഡ് ഓഫ് കോട്ടൺ കലംകാരിയാണ് നമ്മൾ തരുന്നത്. പ്യുവർ കോട്ടൺ കലംകാരി, മച്ചിലപട്ടണം കോട്ടൺ കലംകാരി. അതിനകത്തേക്ക് ആ ഒരു ബ്ലോക്ക് പ്രിന്റിനെയൊക്കെ വളരെ എവിഡൻ്റ് ആയിട്ട് കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ചിലപ്പോൾ ഫെയ്ഡ്സും ഒക്കെ ഉണ്ടാവും. അതൊക്കെ അങ്ങനെ തന്നെയാണ്. അത് ഇടുമ്പോഴുള്ളൊരു കംഫർട്ടാണ് അങ്ങനത്തെ കൈൻഡ് ഓഫ് ഔട്ട്ഫിറ്റ്സിൻ്റെ എപ്പോഴും ഉള്ള ഇത് കേട്ടോ. അതേപോലെ കലംകാരി നമ്മൾ കുറച്ചൊന്ന് വാഷ് കെയറിലാണെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള ആഫ്റ്റർ കെയർ ആണെങ്കിലും നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നേരെ കൊണ്ടുവന്ന് നമ്മൾ സണ്ണിലൊന്നും ഇട്ട് ഡ്രൈ ചെയ്യാൻ പാടില്ല. അതൊന്ന് ഇൻസൈഡ് ഔട്ട് ആക്കിയിട്ട് വേണം ചെയ്യാൻ. അതുപോലെ കുറച്ച് ഷെയ്ഡിൽ വേണം ഇങ്ങനത്തെ പ്യുവർ ഫാബ്രിക്സ്, കലംകാരി തന്നെയല്ല അജ്രക്ക് ആയിക്കോട്ടെ, എല്ലാ കൈൻഡ് ഓഫ് പ്യുവർ ഫാബ്രിക്സും അങ്ങനെ വേണം ചെയ്യാനായിട്ട്. എന്നാൽ മാത്രമേ അത് കുറച്ചുകൂടി ഡ്യൂറബിൾ ആകുള്ളൂ. ഒന്നാമതേ ഈ ഓർഗാനിക് ഫാബ്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂറബിലിറ്റി കുറഞ്ഞിട്ടുള്ള ഫാബ്രിക്കാണ്. കാരണം സിന്തറ്റിക് ആയിട്ടുള്ള ഒന്നും ചേരുന്നില്ലല്ലോ, അപ്പം ഡ്യൂറബിലിറ്റി കുറവായിരിക്കും. അപ്പം അങ്ങനത്തെ കൈൻഡ് ഓഫ് ഫാബ്രിക്സിനെ നമ്മൾ അതനുസരിച്ചിട്ട് വേണം ടേക്ക് കെയർ ചെയ്യാനും കേട്ടോ. ചെക്ക് ചെയ്ത് നോക്കുക. നല്ല കംഫർട്ടബിൾ ആണ്. സ്ലിറ്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. സെമി പാരൽസ് ബോട്ടമാണ് പെയർ ചെയ്തിരിക്കുന്നത്. ഭയങ്കര കംഫർട്ടബിൾ ആണ്. എസ്പെഷ്യലി നമ്മുടെ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിനൊക്കെ സുഖമായിട്ട് വെയർ ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്പ് ത്രൂ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുക. ഡിഫറെൻറ്റ് പ്രോഡക്ട്സിന് ഡിഫറെൻറ്റ് ഡിസ്പാച്ചസ് ആയിരിക്കും. അതൊക്കെ വെബ്സൈറ്റിൽ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും. ചെക്ക് ചെയ്തിട്ട് മാത്രം ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുക. കാരണം നമ്മൾ വീഡിയോ എടുക്കുമ്പോഴുണ്ടല്ലോ നമുക്ക് ചിലപ്പോൾ പ്രൊഡക്ഷൻ സ്കെഡ്യൂൾ അറിയുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ചിലതെന്ന് പറഞ്ഞാൽ എക്സ്പ്രസ് ഡിസ്പാച്ച് 2 വർക്കിംഗ് ഡേയ്സിൽ ഡിസ്പാച്ച് ആവുന്നത് തൊട്ട് ചിലത് 30 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡിസ്പാച്ച് ആവുന്നത്. അപ്പോൾ പല കൈൻഡ് ഓഫ് പ്രോഡക്ട്സ് ഉണ്ട്. ചിലത് 10 കഴിഞ്ഞിട്ട് 15, 20 അങ്ങനെ. അപ്പോൾ അത് ആ പ്രൊഡക്ഷൻ സ്കെഡ്യൂൾ വെച്ചിട്ടാണ്. അപ്പം അത് വീഡിയോ എടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അറിയുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് വീഡിയോസിൽ അത് മെൻഷൻ ചെയ്യാത്തത്. അതുകൊണ്ട് വെബ്സൈറ്റിൽ പോയിട്ട് കറക്റ്റായിട്ട് നോക്കുക. അതേപോലെ പ്രോഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ, നമ്മുടെ വീഡിയോസിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനകത്തും ഇതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ടാകും. കംഫർട്ടബിളി ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുക കേട്ടോ. പിന്നെ ചില പ്രോഡക്ട്സിന് കുറച്ച് അവിടെ ഇവിടെയും ഡിലേ വന്നിട്ടുള്ളത് ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം കൂടി തന്നാൽ മതി. ഞങ്ങളൊന്ന് സ്ട്രീം ലൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഫാസ്റ്ററായിട്ട് നമുക്ക് പ്രോഡക്ട്സ് ഡിസ്പാച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു.